റിവേഴ്സ് ഹവാല, അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. കാരണം അയാൾ ക്വസ്റ്റ്യൻ മാർക്കാണ് അദ്ദേഹം. ഫിറോസ് റിവേഴ്സ് ഹവാല നടത്തുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. ഒന്നുകിൽ ഉറപ്പിക്കുക ഉണ്ടോ. നിങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കുക, കാണുന്നവരോടൊക്കെ നിങ്ങൾക്ക് റിവേഴ്സ് ഹവാല ഉണ്ടോ, അങ്ങനെയാണോ? അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഫിറോസിന് റിവേഴ്സ് ഹവാല ഉണ്ട് എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഉണ്ടോ എന്ന് എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന് പോലും ഉറപ്പില്ല. കാരണം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം അത് വളരെ ഗൗരവമായ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്. അത്ര ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചാൽ അത് നിയമപരമായി പോകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അത്തരം നിയമ നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ബുദ്ധിയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. പണ്ട് ചില മഞ്ഞപ്പത്രങ്ങളും ചില ഓൺലൈൻ പോർട്ടലുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില ചെപ്പടി വിദ്യകളാണ്. ഇനി ഇതൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ആരോപണം. നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ അതിനുള്ള മറുപടി പറയാം. ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ വെപ്രാളം? എന്താണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതി? നേരത്തെ നിങ്ങൾക്കറിയാം, മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണം ഉയർന്ന സമയത്ത്, ആരോപണം ഉയർന്നു എന്നല്ലാതെ കൃത്യമായ ഒരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് നേരത്തെ ലീഗിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ തുടങ്ങുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ടും ചില വില കുറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതിന്റെ രജിസ്ട്രേഷൻ നടക്കാനേ പോകുന്നില്ല. ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഗൗരവമായി കണ്ടിട്ടില്ല. പക്ഷെ വയനാട്ടിലെ വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളെ, ആ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ലീഗ് ഒരു ഭൂമി ഏറ്റെടുത്തപ്പോൾ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ്, തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിന് ഇറങ്ങുന്നത്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിന്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അതിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട്, അതിന്റെ കമ്മീഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകളുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നു എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ്. ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരാൻ വേണ്ടി പോവാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. അപ്പൊ അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വഴിതിരിച്ചു വിടാം, എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ. ഇപ്പൊ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത്, ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല, അദ്ദേഹം വേറെ ആരെക്കൊണ്ടെങ്കിലേ പറയിപ്പിക്കുള്ളൂ. കാരണം നമ്മളൊരു ആരോപണം, യൂത്ത് ലീഗ് ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ ഒന്ന് ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. കേൾക്കുന്ന ആളുകൾക്ക് അറിയാം, കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ. ജലീലിന് അത് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. കാരണം പറയുന്ന ആൾക്കും വിശ്വാസമല്ല, കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ
പുറത്തുവിടാൻ വേണ്ടി പോകുന്നത് വെയിറ്റ് ആൻഡ് സി. തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ, അതിന്റെ അഴിമതിയിലേക്ക് കൃത്യമായി അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വരാൻ വേണ്ടി പോകുന്നത്. അതെ 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 പറ്റില്ലല്ലോ, നിങ്ങൾ സമ്മതിച്ചല്ലോ. അപ്പൊ അദ്ദേഹം നേരിട്ട് ഇടപെട്ടു എന്നതിന്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത്. കോടികളുടെ അഴിമതിയാണ്. ജലീലിനെ പറഞ്ഞില്ലേ? അതായത് ഒന്നാമത്തെ കാര്യം, ഇവിടെ തൊഴിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നത് തെറ്റാണോ? ജലീൽ പറഞ്ഞതൊക്കെ ശരിയാ. എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. അദ്ദേഹം പറയാത്ത അതായത് നിയമവിരുദ്ധമായ ഒരു ബിസിനസ്സും ഞാൻ ചെയ്യുന്നില്ല. പിന്നെന്താണെന്നറിയോ, ഈ കൈരളിയുടെ ഒക്കെ ഈ ചോദ്യം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാനൊരു ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ സ്ഥാപനം കൊപ്പത്തെ എമ്മിയും ഹൈലൈറ്റ് മാളിലെ എമ്മിയും എന്റെ സ്ഥാപനങ്ങളാണ്. എന്റെ എന്ന് പറഞ്ഞാൽ എന്റെ മാത്രമല്ല, ഞാൻ പാർട്ട്ണർമാരായിട്ടുള്ള, ഞാൻ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അത് രാഷ്ട്രീയമായി ഒരാളുടെ ബ്രാൻഡ്, ഒരു സ്ഥാപനമാണെന്ന് ബ്രാൻഡ് ചെയ്താൽ ഒരു കച്ചവട സ്ഥാപനത്തിന് നല്ലതാണത്? നിങ്ങൾ പറയും. നമ്മളങ്ങനെ ആരെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഇവിടെ ഈ തൊട്ടടുത്തല്ലേ ബ്ലൂഫിൻ ട്രാവൽസ്, ആ ട്രാവൽസിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ പറയുന്നില്ല, ഞാൻ കേരളത്തിലെ മന്ത്രിമാരെ കൊണ്ടടക്കം അതിനകത്ത് ആശംസകൾ പറയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് വലിച്ചേക്കുന്നത് ശരിയല്ല. കാരണം അത് അദ്ദേഹം, ഇത് ബിസിനസ്സല്ലേ. ഇതിനകത്ത് ഇവിടുത്തെ കോർപ്പറേഷനിലെ ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരികൾ അതിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്ന, ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? ഞാനിപ്പോൾ ഫിറോസിന്റെ സ്ഥാപനമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരല്ലേ, അതൊരു രാഷ്ട്രീയമായി ബ്രാൻഡിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ ഏതായാലും ജലീൽ പറഞ്ഞതല്ലേ. ജലീൽ പറയാത്ത ബിസിനസ്സും ഉണ്ട്. അത് നിയമവിരുദ്ധമായിട്ടുള്ള ബിസിനസ്സുകളല്ല. അതിനകത്ത് കൃത്യമായ സോഴ്സുകളുണ്ട്. ഇപ്പോൾ അതിനകത്തൊരു സംശയം ഒരാൾക്ക് ഉന്നയിക്കേണ്ടത് അതിനകത്ത് എങ്ങനെ ഫണ്ട് കണ്ടെത്തി എന്നുള്ളതാണല്ലോ. എല്ലാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സ്ഥാപനങ്ങളടക്കം അദ്ദേഹം പരിശോധിച്ചോട്ടെ. കേരളം ഭരിക്കുന്നത് ഞാനല്ലല്ലോ, UDF അല്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട ദിവസം പോലും തൂക്കുപാത്രത്തിൽ ജലീലിന് പായസം കൊടുത്തയച്ചു ആണ് എന്ന് ജലീൽ പറഞ്ഞ ആളല്ലേ. ഞങ്ങൾക്ക് അധികാരമൊന്നുമില്ലല്ലോ, ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഡയലോഗ് അടിക്കാതെ പരാതി കൊടുത്താൽ പോരെ. എന്താണ് ദുബായ്? എനിക്ക് ദുബായ് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്റെ പാർട്ടിയിലല്ലേ പറയേണ്ടത്. അപ്പൊ എന്റെ പാർട്ടിയിൽ ആ കമ്പനിക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നം? കൈരളിക്കാണോ പ്രശ്നം? എന്തായാലും എന്താ ധാർമ്മികത? എന്താ ധാർമ്മികത? ഞങ്ങൾ പറഞ്ഞിട്ടല്ലോ, എന്റെ വരുമാനം അദ്ദേഹം പറഞ്ഞ അത്ര വരുമാനമൊന്നുമില്ല. അല്ല, അതൊക്കെ എന്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ, കാണുന്ന രാഷ്ട്രീയക്കാരോടൊക്കെ ഇപ്പോ നിങ്ങൾ എത്ര, അതൊക്കെ ഞാനും കമ്പനി തമ്മിൽ പല ടേംസും ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം, ഇപ്പോ നിങ്ങൾ ചോദിക്കുക എമ്മിയിൽ എത്ര വരുമാനം, അത് ഞാൻ ഇൻകം ടാക്സിലല്ലേ ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് മാന്യമായ, ഞാൻ പറയട്ടെ, എനിക്ക് മാന്യമായ വരുമാനമുണ്ട്. ഇപ്പോ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് അത്യാവശ്യം നല്ല ഫണ്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, ജലീൽ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ദോത്തി ചലഞ്ച് നടത്തിയതിനെ പറ്റിയൊക്കെ പറയും. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥാപനം, ജലീൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ. അദ്ദേഹത്തിന് ഈ ഫണ്ട് കളക്ഷന്റെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹത്തിന് ഇല്ല. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹം ഒരു പണിയും ചെയ്തിട്ടില്ല യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത്. അന്നും സഹഭാരവാഹി, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞേട്ടെ, സഹഭാരവാഹികളാണ് വർക്ക് ചെയ്തത്. ഞങ്ങളെ കമ്മിറ്റി ഉണ്ടാക്കി ആസ്ഥാന മന്ദിരത്തിൽ ഇരുന്നാണ് ഞാൻ ഈ വാർത്താ സമ്മേളനം നടത്തുന്നത്. തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഒരു കെട്ടിടം എടുത്തിട്ടുണ്ട്, ഭാവിയിലേക്കുള്ള യൂത്ത് ലീഗ് തലമുറയ്ക്ക് വേണ്ടി വരുമാനം കിട്ടാൻ വേണ്ടി. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഏതാണ്ട് 2 കോടിയോളം വില മതിക്കുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ചെയ്യുന്നത് പാർട്ടി ഫണ്ട് സ്വരൂപിച്ചതൊക്കെ ഇതൊന്നും അദ്ദേഹത്തിന് ഇപ്പോൾ യൂത്ത് ലീഗിൽ നിൽക്കുന്ന സമയത്ത് മാത്രമല്ല, CPM-നകത്ത് പോയപ്പോൾ ഫണ്ട് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫണ്ട് പിരിക്കലും മാത്രമല്ല, സമരത്തിൽ പങ്കെടുക്കുക,
എന്തെങ്കിലും പിന്നെ പോസ്റ്റർ ഒട്ടിക്കുക, അതൊന്നുമില്ല. ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ലീഗിനെതിരെ 4 തെറി പറയാ, പോയി മത്സരിക്കുക, തല്ലുകൊള്ളാനും ഈ പറയുന്ന സമരത്തിൽ പങ്കെടുക്കാനൊക്കെ CPM-കാർ അദ്ദേഹം സംഘടിപ്പിക്കുന്ന ഒരു പണിയില്ല.